ജെക്സി തോമസ് അങ്ങ് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ശബരിമലയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ്യതയോ അവിടുത്തെ വിശ്വാസപൂർവമായ അന്തരീക്ഷത്തിനോ ചേർന്ന ഇടപാടുകളല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന മുൻ വിധിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡിനെ പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു ഏകപക്ഷീയമായ കാര്യം അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എങ്ങനെയാണ് CPM-ന് പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു പാനലിസ്റ്റുകൾ. തീർച്ചയായിട്ടും ആ ചോദ്യം ഞാൻ കേട്ടു. ആ ചോദ്യത്തിന്റെ ഭാഗികമായ ഒരു ആവർത്തനം ഇപ്പൊ അങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിലും ഞാൻ കേട്ടു. ഇരിക്കട്ടെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. എന്തായാലും ഞാൻ ആവർത്തിക്കുന്നു, അതായത് ഈ ഹൈക്കോടതി നടപടിക്രമങ്ങളിലോ ഇതേവരെ സമർപ്പിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലോ ആ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ആകെ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കവേ നമ്മുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി, ഞാനിപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെയും പേരെടുത്ത് വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടേ അല്ല ഞാൻ വന്നത്. ഇതിന്റെ ഒരു പൊതുമുരട്ടിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അപരിഹാര്യമാം വിധം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് പൊതുവിൽ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു വാദം എന്ന നിലയിൽ ഇത്തരം ഘട്ടങ്ങൾ ഉയർത്താറുള്ളത് അതാണ്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംഘടിത തസ്കര സംഘം എന്ന യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത്. ഇരിക്കട്ടെ, സന്ദർഭവശാൽ ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോ അദ്ദേഹം പറയുന്നത് ഇത് CPM-ന്റെ AKG സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന നൂറുകണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഞാനത് പറയാൻ കാരണം എന്താണ്? അങ്ങ് പറഞ്ഞു ഈ പേരുകാരിൽ കോടതി സസ്പീഷ്യസ് എന്ന് ബഹുമാനിയായ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു പദപ്രയോഗമുണ്ടല്ലോ, അതിന് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പേരുകൾ കോടതി ഇന്ന് വിധി പ്രസ്താവത്തിന്റെയും പ്രതികരണത്തിന്റെയും ഭാഗമായി പറഞ്ഞില്ലേ? എന്താണ് ഈ പോറ്റിയെ സംബന്ധിച്ച് പറഞ്ഞത്? എന്താണ് ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യേണ്ടതുണ്ട്, എന്തുമാവട്ടെ, പൂശിക്കോ ക്ലാഡ് ചെയ്യോ എന്തുമാവട്ടെ, ഇതിങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ സ്വർണം അങ്ങ് ഇടപെടാതെ എന്താ പൊള്ളിയോ? അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റി അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം. കാരണം എന്താണ്? അല്ല, ആങ്കർ ഇത് കാണുന്നില്ലേ? ഞാൻ ഇത് താങ്കൾ പറഞ്ഞ INTUC പേരെന്താ? അല്ല, താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? INTUC നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റുന്നില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി സമയം കൊടുക്കണം. അങ്ങ് അങ്ങയുടെ ഊഴത്തിൽ പറയൂ. അങ്ങനെ ചോദിച്ചും പറഞ്ഞും പറയാനുള്ള ചർച്ചയിൽ ജയിക്കിന് താല്പര്യമില്ല. കേൾക്കാൻ ഉതകും വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകുമല്ലോ. ജേക്ക് പറയൂ. യൂത്ത് കോൺഗ്രസ് നേതാവ് നിക്ക്,
ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ഓഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല. അതിൽ മാന്യമായ ജനാധിപത്യ മര്യാദ അങ്ങ് പാലിക്കണം. ഈ കാര്യങ്ങൾ ക്ലാഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയമെന്ന അയാൾ ഏത് സംഘടനയുടെ നേതാവാ? കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. ആ മുരാരി ബാബുവിന്റെ സ്വർണം പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി, ഏതു സംഘടനയുടെ നേതാവാണ്? പ്രസിഡന്റ് അല്ല, ഇതെന്താ ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ. നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ടത്തരാണ് ഒരാളെ ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം? ജേക്ക് സഖാവേ, അത് വേറൊരാളാണ്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? എന്നാണ് അത് കോൺഗ്രസ് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞല്ലോ. ജേക്ക് പറയട്ടെ. ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ, ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ, ഇതെന്തൊരു ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിൽ പാനലിസ്റ്റുകൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ചയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇടപെടരുത് എന്ന്. മാധു ഇതിനകത്ത് ബേസിക് പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന KS ബൈജുവും G ബൈജുവും രണ്ടാണ്. ശരി, പറഞ്ഞല്ലോ. അബിൻ പറഞ്ഞല്ലോ, അബിനെ കാര്യം പറഞ്ഞല്ലോ. ഇനി ജയ്ക്ക് അത് പറയട്ടെ. ജേക്സി തോമസ്, ഈ KS ബൈജുവും G ബൈജുവും രണ്ടു പേരാണ്, കോൺഗ്രസ്സുകാരനല്ല, CITU കാരനാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്. അങ്ങോട്ട് പിടിച്ചോ. മണ്ടത്തരം പറഞ്ഞത് ആരാണ്? ക്യാപ്സ്യൂൾ വിഴുങ്ങി തൊടാതെയോ തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ. KS ബൈജു ആരാണ്? തിരുവാഭരണ കമ്മീഷണർ. ജയശ്രീ ആരാണ്? ദേവസ്വം സെക്രട്ടറി. മുരാരി ബാബു ആരാണ്? ഈ ഗൂഢാലോചനയുടെയും കള്ളത്തരത്തിന്റെയും ആദ്യ ശിലവാകിയാൾ. ഇവിടെ സൂചിപ്പിച്ച INTUCയുടെ ജില്ലാ പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറിയാണ് G ബൈജു. ജയ ബൈജു ഉണ്ട്, KS ബൈജു ഉണ്ട്, മുരാരി ബാബു ഉണ്ട്, ജയശ്രീ ഉണ്ട്. ഇവരാകെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ഈ INTUCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന 2022-23 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ബൈജു, അയാളെ സംബന്ധിച്ചുള്ള ഗൂഢാലോചനയുടെ സംശയം എന്താണ്? അയാളുടെ സമയത്ത് 3 മാസം കൂടുമ്പോൾ ഇത്തരം സാധന സാമഗ്രികൾ സ്വർണം പൂശാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അത് നമ്മളുടെ മുമ്പിലുണ്ട്. അതാണ് INTUC പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ്സുകാരാണോ ഈ തസ്കര സംഘത്തിലുള്ളത് എന്ന് ചോദിക്കാം. അങ്ങ് എണ്ണി പറഞ്ഞ ഈ പേരുകളുടെ കൂട്ടത്തിൽ എന്നൊരു പേര് കൂടി ഇല്ലല്ലോ. അല്ല, അങ്ങാണ് ഏറ്റവും സംസാരിച്ചത്. അതിനിടയിൽ അബിൻ സംസാരിച്ചു. അത് ഞാൻ അബിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കണ്ടു. അയ്യോ ഇല്ല, ഒറ്റവാചകം പറഞ്ഞ് പൂർത്തിയാക്കാം. ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ INTUC നേതാവായ ദേവസ്വം സെക്രട്ടറി ബൈജു ചെയ്ത തെമ്മാടിത്തരം എന്ത്? KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുരാരി ബാബുവും അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരം എന്ത്? അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ ഗൂഢാലോചനയാണ് കോടതിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ആ ഗൂഢാലോചന, ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ നടപ്പെട്ട ഗൂഢാലോചന കോടതിയുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ കോൺഗ്രസ് നേതാവിന് പൊള്ളുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഈ സംഘടിത തസ്കര സംഘത്തിന്റെ ഭാഗമായത് എന്നുള്ളത് ചോദിക്കാം. അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന ഈ വിധിയുടെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ്, അത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ
ഗോൾഡ് ക്ലാഡഡ് ആയിരുന്ന ഈ പാളികൾ പിന്നീട് ഈ കമ്മീഷണറുടെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ വെറും കോപ്പർ പ്ലേറ്റ്സ് ആകുന്നത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എൻ വാസുവാണ് ആ പറയുന്ന കമ്മീഷണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു.